എല്ലാവർക്കും വീണ്ടും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. രാവിലെ എഴുന്നേറ്റ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കിയതിന് ശേഷമുള്ള പണികളാട്ടോ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ മുൻവശത്തെ മുറ്റം മാത്രമാട്ടോ അപ്പോൾ തൂത്തിട്ടിട്ടുള്ളൂ. ബാക്കി തൂക്കാനായിട്ട് ഇനി കിടക്കുന്നുണ്ട്. നമ്മുടെ ചാമ്പയുടെ ചുവട്ടിലോട്ട് വന്നതാട്ടോ. കുറച്ച് ചാമ്പങ്ങയൊക്കെ പറിക്കാറായിട്ടുണ്ട്. ഒരു 5-6 പറിക്കാൻ പാകത്തിനായിട്ടുണ്ട്. നന്നായിട്ടങ്ങ് മൂത്തിട്ടൊന്നുമില്ല കേട്ടോ. നന്നായിട്ട് മൂത്ത് കഴിയുമ്പോൾ നല്ലൊരു റെഡ് കളറാണ്. ഇതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ പറിച്ച് കഴിക്കാൻ പരുവമായിട്ടുണ്ട്. പക്ഷേ എപ്പോഴും നല്ല റെഡ് കളറായിട്ട് പറിക്കുന്നതാണ് നല്ലത്. ഈ പ്രാവശ്യം നിറച്ചും ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ചാമ്പ നട്ട് 2 വർഷത്തിനുള്ളിൽ തന്നെ നമുക്ക് കായ്ച്ചു കിട്ടും കേട്ടോ. അപ്പോൾ ഇതിനകത്ത് കുരുവൊന്നുമില്ല, സീഡ്ലെസ് ആണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു കമ്പ് മഴയൊക്കെ തുടങ്ങുന്ന ആ ഒരു ടൈമിൽ മുറിച്ചിട്ട് കുഴിച്ചിട്ടാൽ ഉണ്ടാകുക, പിടിച്ച് കിട്ടും കേട്ടോ. പിന്നെ അത് കായ്ച്ചു കിട്ടുമെന്നൊന്നും അറിയത്തില്ല, ഞാനത് നോക്കിയിട്ടില്ല. പക്ഷേ ഒരു കമ്പ് ഞാൻ വെറുതെ ഒന്ന് കുഴിച്ചിട്ടപ്പോൾ അതിൻ്റെ ഇലയൊക്കെ പിടിച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ അത് എങ്ങനെ വെള്ളം ഒഴിക്കാണ്ട് ഉണങ്ങി പോകുക കേട്ടോ ചെയ്തത്. ഇനി കുറച്ച് കുരുമുളക് പറിച്ചെടുക്കുകയാണെങ്കിൽ ഇത് പഴുത്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇന്നാളെ ഒരു പ്രാവശ്യം ഞാൻ ഇതിൽ നിന്ന് പറിച്ചിട്ട് ഏകദേശം 1 കിലോൻ്റെ അടുത്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് ഉണങ്ങി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ കുറച്ചും കൂടെ പറിച്ചെടുക്കാനുണ്ട്. ഇത് നാൾ ഒന്ന് വാടിപ്പോയായിരുന്നു കേട്ടോ, ഇലയൊക്കെ ഉണങ്ങി പോയായിരുന്നു. പിന്നെ ഞാനത് തണലത്ത് വെച്ചിട്ട് കുറച്ച് കൂട്ടുവളം ഇട്ട് കൊടുത്തിട്ട് പിന്നെ ഡെയിലി നനച്ച് കൊടുത്തപ്പം റെഡിയായി കിട്ടി. പിന്നെയും പുതിയ ഇലകൾ വന്നു കേട്ടോ. നശിച്ചൊന്നും പോയില്ല, ഇങ്ങനെയായിട്ട് കിട്ടി. അപ്പോൾ മുൻപൊരു വീഡിയോയിൽ ഇത് കംപ്ലീറ്റ് ഉണങ്ങി നിൽക്കുന്നത് ഞാൻ കാണിച്ചായിരുന്നല്ലോ. അതിങ്ങനെ പിന്നെ തണലത്ത് വെച്ചിട്ട് ഇതേപോലെ റെഡിയായി കിട്ടി. ഇനിയിപ്പോൾ ഈ ഒരു കുരുമുളക് അങ്ങനെ പറിച്ച് ഉണങ്ങാനായിട്ട് വെക്കണം. ഇത് അങ്ങനെ വാട്ടം സംഭവിച്ചിട്ടുണ്ട് കേട്ടോ ഈ കുരുമുളകിന് വലുപ്പമില്ലാത്തത്. പക്ഷേ മൂത്തിട്ടുണ്ട്. അതിന് മുൻപൊക്കെ ഞാൻ ഇത് ഏതാണ്ട് 1-2 വർഷത്തിൻ്റെ അടുത്തായി നട്ടിട്ട്. മുൻപൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ടല്ലോ ഇതിൽ നിന്ന് നിറച്ചും കുരുമുളകൊക്കെ പറിച്ചെടുക്കുന്നത്. അപ്പോൾ ആ ഒരു കുരുമുളക് തന്നെയാണ്. ഈ പ്രാവശ്യം ഉണങ്ങിയതുകൊണ്ടാണ് ഇത്രയും ഇല കുറവ് കേട്ടോ. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം വീഡിയോ ഇട്ടപ്പോൾ കുറേ പേര് കമൻറ്റായിട്ട് ചോദിച്ചു എന്നാ വീഡിയോ ഇടാത്ത താമസിച്ച അസുഖമാണോ അങ്ങനെയൊക്കെ കേട്ടോ. അപ്പം ഞാൻ ഈ യൂട്യൂബിനൊന്നും വലിയൊരു ഇമ്പോർട്ടൻറ്റ് കൊടുക്കാത്തതുകൊണ്ടാണ് ഈ വീഡിയോ ഒക്കെ ഇടാനായിട്ട് വൈകി പോകുന്നത് കേട്ടോ. ഓരോ തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അതങ്ങ് സ്കിപ്പ് ചെയ്തു യാത്രകളും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ. ഇനി ആ കുരുമുളക് വെയിൽ വന്നിട്ട് ഉണങ്ങാനായിട്ട് വെക്കുന്നുണ്ട്. പിന്നെ 1-2 വാഴയ്ക്ക് വളമിടാനുണ്ടായിരുന്നു. എല്ലുപൊടിയാണ് വളമായിട്ട് ഇടുന്നത്. അപ്പോൾ അത് ഇടാനായിട്ട് വന്നതാണ്. അതിനിടയ്ക്ക് കുറച്ച് കശുവണ്ടിയുണ്ട്, അതൊക്കെ ഒന്ന് പെറുക്കി കൂട്ടാനുണ്ട് കേട്ടോ. ഈ ഒരു കശുമാവിലെ കശുവണ്ടി തന്നെയേ ഉള്ളൂ. അപ്പോൾ അത് പെറുക്കി കൂട്ടിയിട്ട് എല്ലാം കൂടി ഒരുമിച്ച് ഇരിയാന്നാണ് വിചാരിച്ചേക്കുന്നത്. അപ്പോൾ അത് അങ്ങനെ പെറുക്കി വെക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ മോളാണ് എടുത്തു തരുന്നത്. അതുകൊണ്ടാണ് കേട്ടോ സർവ്വത്രാതി കാടും പുല്ലും പള്ളയെല്ലാം വീഡിയോയിൽ കാണുന്നത്. കുറേയൊക്കെ ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞു. ഉള്ള പൂവെല്ലാം പിടിച്ച് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ വാഴയുടെ ഇതേപോലെ ഉണങ്ങിയ തണ്ടൊക്കെ ഒന്ന് ചെത്തി കളയുന്നുണ്ട് കേട്ടോ. പിന്നെ എല്ലുപൊടി അതിന് കറക്റ്റ് അളവൊന്നും എനിക്കറിയത്തില്ല. ഏകദേശം ഒരു ചിരട്ടേൻ്റെ അടുത്തൊക്കെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിന് മുൻപ് കൂട്ടുവളം ഇട്ട് കൊടുത്തായിരുന്നു. ഇത് ഈ വാഴയ്ക്ക് കറക്റ്റായിട്ട് അങ്ങനെ വളമൊന്നും ഇട്ട് കൊടുക്കുന്നില്ല കേട്ടോ. നമ്മുടെ അടുത്ത് വളം ഉള്ളപ്പോൾ അങ്ങനെ ഇട്ട് കൊടുക്കും. ഇല്ലാണ്ട് 2 ആഴ്ച കൂടുമ്പോൾ അങ്ങനെയൊന്നും ഇട്ട് കൊടുക്കുന്നില്ല കേട്ടോ. എന്നിട്ട് മണ്ണൊക്കെ ഒന്ന് കിളച്ചു കൂട്ടുന്നുണ്ട്. ഇല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ വാഴ പടന്ന് താഴെ കിടക്കും ഇതേപോലെ മണ്ണ് കൂട്ടിയില്ലെങ്കിൽ. അപ്പോൾ എന്നിട്ട് നനച്ച് കൊടുക്കും കേട്ടോ. ഇനിയിപ്പം വളം ഒരു മാസമൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെയൊക്കെ മഴയുടെ ആ ഒരു ടൈമിലൊക്കെ ഇട്ട് കൊടുക്കത്തുള്ളൂ. കറക്റ്റ് നമ്മൾ വലിയൊരു കൃഷിയൊന്നുമല്ലല്ലോ ചെയ്യുന്നത്. 1-2-3 വാഴയൊക്കെ അങ്ങനെ വെച്ചിട്ടുള്ളൂ. അപ്പം അതിനങ്ങനെ ഇങ്ങനെയൊക്കെ വളമൊക്കെ ഇട്ട് കൊടുക്കുന്നത്. കടയിൽ കൊടുക്കാനൊന്നുമല്ലല്ലോ, വീട്ടിലെ ആവശ്യത്തിനൊക്കെ വേണ്ടിയിട്ട് നട്ടു വെച്ചേക്കുന്നതാണല്ലോ. അപ്പോൾ വലിയൊരു വളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. അങ്ങനെ എല്ലാം മണ്ണൊക്കെ കൂട്ടി ഇനിയിപ്പോൾ ഇത് നനയ്ക്കാനുണ്ട്. ഇനി ഇതേപോലെ വേറൊരു വാഴയും കൂടെ ഉണ്ട് കേട്ടോ. ഇത് ഏത്തവാഴയാണെന്നാണ് തോന്നുന്നത്. മറ്റേ വാഴ എന്തോ ചെറിയ വാഴയാണ്.
2 വാഴയ്ക്കും വളമെല്ലാം ഇട്ട് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഫുഡ് കഴിക്കാനായിട്ട് തുടങ്ങുകയാണ്. അപ്പോൾ ഇതൊക്കെ രാവിലെ നേരത്തെ എഴുന്നേറ്റ് ഉണ്ടാക്കി വെക്കും. പിന്നെ കഴിക്കാനായിട്ട് താമസിച്ച് പോണതാണ് കേട്ടോ. ചേട്ടായി ഒരു 6 മണിയൊക്കെ ആകുമ്പോൾ കഴിച്ചിട്ട് തോട്ടത്തിൽ പോകും. പിന്നെ മക്കളിവിടെയുണ്ട്. ഇപ്പോൾ സ്കൂളിലെ എക്സാമൊക്കെ ആയതുകൊണ്ട് അങ്ങനെ ക്ലാസ്സൊന്നുമില്ല. എല്ലാ ദിവസവും എക്സാമിൻ്റെ ദിവസം മാത്രം പോയാൽ മതി കേട്ടോ. അതുകൊണ്ടൊക്കെ ലേറ്റായിട്ടാണ് എഴുന്നേൽക്കുന്നത്. പിന്നെ മുൻപത്തെ വീഡിയോയിൽ ആരോ ഈ ഒരു കിച്ചൺ ഫുള്ളായിട്ട് കാണിക്കാമോ എന്ന് ചോദിച്ചായിരുന്നു. തീ കത്തിക്കുന്ന അടുപ്പില്ല ആ ഒരു കിച്ചൺ കേട്ടോ. അപ്പോൾ ആ ഒരു പടം മോള് വരച്ചതാണ്. അപ്പോൾ ഞാൻ ആ വരയ്ക്കുന്ന സമയത്ത് അത് മുൻപൊക്കെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. വരയ്ക്കുന്നതെല്ലാം കാണിച്ചിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ ബോട്ടിൽ ആർട്ടൊക്കെ ചെയ്യുന്ന ആ ഒരു പെയിൻറ്റ് കൊണ്ട് വരച്ചതാണ്. പിന്നെ ഇവിടെ കുറച്ച് ഉള്ളി, സബോള അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഈ സൈഡിൽ വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് വിറക് വെക്കാനുള്ള ഒരു ഇതാണ്. അവിടെ ഇപ്പോൾ വിറകൊന്നും വെക്കുന്നില്ല, മഴക്കാലമാകുമ്പോൾ എടുത്ത് വെക്കും. പിന്നെ ഒരു ചട്ടി, കലം അങ്ങനെയുള്ളതൊക്കെ വെച്ചേക്കുന്നത്. ചോറ് വാർക്കാനുള്ള ഒരു കലവും പിന്നെ ചോറ് വെക്കുന്ന ഒരു ചട്ടിയും കഴുകി ഉണക്കി വെക്കും. പിന്നെ ആവശ്യം കഴിയുമ്പം ഈ ഒരു കിച്ചൺ തുടച്ചിടും കേട്ടോ. അതുകൊണ്ടാണ് ഇത്രയും നീറ്റായിട്ട് കിടക്കുന്നത്. പിന്നെ ഇതാ ചോറ് വെക്കാനുള്ള തീയൊക്കെ കത്തിക്കുന്നുണ്ട്. ചോറിനുള്ള വെള്ളം കൊണ്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് മൺകലത്തിലാണ് ചോറ് വെക്കുന്നത്. ഈ ഒരു വീഡിയോയൊക്കെ നോയമ്പ് തുടങ്ങുന്നതിന് മുമ്പൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എഡിറ്റ് ചെയ്തിട്ട് വോയിസൊക്കെ കൊടുക്കാനായിട്ട് വൈകി പോകുന്നതുകൊണ്ടാണ് വീഡിയോ ഇടാനായിട്ട് വൈകുന്നത് കേട്ടോ. അല്ലാണ്ടുള്ള തിരക്കുകളും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ പിന്നെ വീഡിയോ ഇടാൻ സമയം കിട്ടില്ല കേട്ടോ. അങ്ങനെ ഈ ഒരു സൈഡിലെ മുറ്റവും തൂത്ത് കഴിഞ്ഞു. മുറ്റം അത്യാവശ്യം കൂടുതലുണ്ട് കേട്ടോ തൂക്കാനായിട്ട്. 4 സൈഡും കൂടെ ആകുമ്പോൾ അത്യാവശ്യം നല്ലൊരു ഏരിയ വരുന്നുണ്ട്. അപ്പം കുറച്ചൊക്കെ മക്കൾ ഹെൽപ്പ് ചെയ്യും, അവരും തൂത്തിടുവേ. അരിയൊക്കെ മോള് കഴുകി വെച്ചായിരുന്നു. വെള്ളം ചൂടായി വന്നപ്പോൾ ഞാനത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒരു കോഴിയുണ്ട്, പൂവൻ കോഴി. ഞാൻ എന്തെങ്കിലും വോയിസ് കൊടുക്കുന്ന സമയത്ത് അതിൻ്റെ 10 കൂവിച്ച് കൂവിയാലേ സമാധാനമാകത്തുള്ളൂ കേട്ടോ. ഇനിയിപ്പം കപ്പ ബിരിയാണി ഉണ്ടാക്കുന്നുണ്ട് വൈകിട്ട്. അതിന് വേണ്ടിയിട്ടുള്ള എല്ലൊക്കെ ഒന്ന് വേവിക്കാനായിട്ട് എല്ലിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, മസാലപ്പൊടി, മല്ലിപ്പൊടി എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി 1-2 ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ചതച്ചിട്ട് അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വെളുത്തുള്ളി ഞാൻ ഇതിൻ്റെ ഒപ്പം ചേർത്തായിരുന്നു, 2 അല്ലി പറയാനായിട്ട് കാണിക്കാൻ വിട്ടുപോയതാണ്. പിന്നെ കുറച്ച് സബോള, കുറച്ചെന്ന് വെച്ചാൽ 1.5 കിലോ എല്ലാമാണ്, അതിന് 2 സബോളയാണ് എടുത്തേക്കുന്നത്. ഉപ്പ്, വെളിച്ചെണ്ണ ഇതെല്ലാം ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ടൊരു 20 മിനിറ്റോളം അടച്ച് വെക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് വേവിക്കാനായിട്ട് വെക്കുന്നത്. അപ്പോൾ തേങ്ങ വറുത്തരച്ചൊക്കെ വെക്കുവാണെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് ആയിരിക്കും. മസാലയൊക്കെ അരച്ച് വെക്കുവാണെങ്കിൽ. ഇപ്പം ഞാൻ അങ്ങനെയല്ല കേട്ടോ വെക്കുന്നത്. പെട്ടെന്ന് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന രീതിയിലാണ് വെക്കുന്നത്. അപ്പോൾ മിക്സ് ചെയ്തിട്ട് കുറച്ച് ഒരു 1/2 ഗ്ലാസിൻ്റെ അടുത്ത് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അടച്ച് വെക്കുന്നുണ്ട്. പിന്നെ ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോഴാട്ടോ അടുപ്പിലോട്ട് വെക്കുന്നത്. അപ്പോൾ ചോറ് ഇതിനിടയ്ക്ക് നോക്കുന്നുണ്ട്, ഏകദേശം പകുതി വേവായിട്ടുണ്ട് ചോറ്. അപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്ത് കട്ട് ചെയ്തൊക്കെ കാണിക്കുന്ന ആ ഒരു സമയം മാത്രം എടുക്കുന്നത് കൊണ്ടാണ് ടൈം ഇല്ലാത്തത്. പിന്നെ ചോറ് വെന്ത് വന്നപ്പോൾ പിന്നെ ചോറ് ഊറ്റി വെച്ചു. ഇനിയിപ്പം കുറച്ച് ബീഫും കൂടി ഒന്ന് റോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതും വേവിക്കാൻ വെക്കണം. അതൊക്കെ കഴിഞ്ഞിട്ട് അത് മസാല തിരുമ്മി വെക്കുന്നത് കേട്ടോ. നേരത്തെ മസാല തിരുമ്മി വെച്ചാൽ മതിയായിരുന്നു, ഞാനത് വിട്ട് പോയി കേട്ടോ. അപ്പോൾ ബീഫ് ഇവിടെ 1 കിലോ ഉണ്ടായിരുന്നു, ഫ്രിഡ്ജിലുണ്ടായിരുന്നതാണ് കേട്ടോ. ഇപ്പോൾ ഫ്രഷായിട്ട് മേടിച്ചതൊന്നുമല്ല. അപ്പോൾ നോയമ്പൊക്കെ തുടങ്ങുന്നതുകൊണ്ട് നേരത്തെ കറി വെച്ച് തീർക്കുന്നതാണ്. അപ്പോൾ ഇത് നോയമ്പിന് മുൻപ് എടുത്തിട്ടുള്ള വീഡിയോസാണ് കേട്ടോ. ബീഫിലേക്ക് ഉപ്പും തേങ്ങാക്കൊത്തും 2 തണ്ട് കറിവേപ്പിലയൊക്കെ ചേർത്ത് കൊടുത്തു. ഇനി പൊടികൾ ചേർക്കുകയാണ്. മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ കുറച്ച് മസാലപ്പൊടി, ഗരം മസാല, കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മിക്സ് ചെയ്തിട്ട് വേവിക്കാനായിട്ട് വെക്കുന്നുണ്ട്. വേറെ ഉള്ളി അങ്ങനത്തെ ഒന്നും ചേർത്തിട്ടില്ല, കാരണം ഇത് റോസ്റ്റ് ചെയ്തെടുക്കാനുള്ളതുകൊണ്ട് ആ ഒരു സമയത്താട്ടോ ഉള്ളിയൊക്കെ ചേർക്കുന്നത്. പൊടികളായിട്ട് ഇത്രയേ ചേർത്തുള്ളൂ. അതും വളരെ കുറച്ച് അളവിലാട്ടോ ചേർത്തേക്കുന്നത്. ഇനി റോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ബാക്കി പൊടിയും കൂടെ ചേർക്കും കേട്ടോ. ഇത് മിക്സ് ചെയ്തിട്ടൊരു 15 മിനിറ്റോളം വെച്ചു. അതിന് ശേഷമാണ് അടുപ്പയിൽ വെക്കുന്നത്. ബീഫ് എല്ലൊക്കെ വേകുന്ന സമയം കൊണ്ട് ഒരു ചാമ്പങ്ങ പറിച്ച് തിന്നാനായിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ ഇതിനേക്കാളും റെഡ് കളറാവും, നല്ല വലിപ്പവും വെക്കും കേട്ടോ. അപ്പോൾ ഈ ഒരു സമയം തൊട്ട് നമ്മൾ പറിച്ച് കഴിക്കാറുണ്ട്. ആദ്യമൊക്കെ ഉണ്ടാകുമ്പം എല്ലാവർക്കും കഴിക്കാനായിട്ട് നല്ല ഇൻട്രസ്റ്റ് ആയിരിക്കും. പിന്നെ ഇത് നിറച്ചും കഴിച്ച് കഴിയുമ്പോൾ ആർക്കും അത്രയ്ക്ക് അങ്ങ് വേണ്ട കേട്ടോ. നല്ല ജ്യൂസിയാണ്, കുരുവൊന്നുമില്ല, നല്ല ക്രിസ്പായിട്ടിരിക്കുന്നതാണ് കേട്ടോ. പുളിയൊന്നുമില്ല, നല്ല മധുരമാണ്. നാടൻ ചാമ്പയുടെ പോലെ പുളിയൊന്നുമില്ല കേട്ടോ. ഇനിയിപ്പം ബീഫൊക്കെ ഒരു പകുതി വേവായപ്പോൾ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ നമ്മുടെ എല്ല് വേവിക്കാനായിട്ട് ഒരു ഹൈ ഫ്ലെയിമിലിട്ട് 3 വിസിൽ വന്നതിന് ശേഷം പിന്നെ 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചേ. എന്നിട്ട് ഗ്യാസ് ഓഫ് ചെയ്ത് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ബീഫും അങ്ങനെ തന്നെ ഒരു ഒറ്റ വിസിൽ അടിച്ചതിന് ശേഷം പിന്നെ ഒരു ലോ ഫ്ലെയിമിൽ 10 മിനിറ്റ് ഇട്ടാൽ മതി കേട്ടോ. എത്ര വേകാത്ത ബീഫായാലും നന്നായിട്ട് വെന്ത് കിട്ടുവേ. ഇനിയിപ്പം എല്ലൊക്കെ വെന്തതിന് ശേഷം നമ്മുടെ ബീഫ് റോസ്റ്റ് ചെയ്യാനായിട്ട് ചെറിയുള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പിലയൊക്കെ എടുത്തിട്ടുണ്ട്. ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഒരു 2 പിഞ്ച് ഉലുവ ഇട്ട് കൊടുത്തു. പിന്നെ വെളുത്തുള്ളിയും ഇഞ്ചി അരിഞ്ഞതും പച്ചമുളകും എല്ലാം ഇട്ടിട്ട് ഒന്ന് വാട്ടിയെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ചെറിയുള്ളിയും ഒരു സബോള ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു, അത്ര ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്.
ഇത് ഒന്ന് വഴണ്ട് വരുമ്പോൾ ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആദ്യം നമ്മൾ ബീഫിലേക്ക് ചേർത്ത എല്ലാ പൊടികളും തന്നെയാണ് ഒരു സ്പൂൺ വീതം ചേർത്ത് കൊടുക്കുന്നത്. ബീഫ് അങ്ങനെ മസാലയൊക്കെ മിക്സ് ചെയ്ത് ഒരു പകുതി റോസ്റ്റാക്കി വെച്ചിട്ടുണ്ട്. കപ്പ ബിരിയാണിയും റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ബാക്കി കഴിക്കുന്ന സമയത്താട്ടോ ഫുൾ റോസ്റ്റ് ആക്കത്തുള്ളൂ. അപ്പോൾ ഒന്ന് നന്നായിട്ട് റോസ്റ്റ് ചെയ്ത് എടുക്കുകയോ ചെയ്യുന്നത്. പിന്നെ ഈവനിങ് ആയപ്പോൾ നമ്മൾ കോളയാടും പിന്നെ ഒരു മൂവി കാണാനൊക്കെ ആയിട്ട് പോയി. അപ്പോൾ പോകുന്ന വഴിക്ക് നെടുമ്പോയിൽ പായസം വിൽക്കുന്നുണ്ട് കേട്ടോ കാറിൽ. ഒരു 4-5 വെറൈറ്റി പായസം ഉണ്ടാവും. അപ്പോൾ അതിലൊരു പാൽ പായസവും പിന്നെ മുളയരി പായസവും മേടിച്ചായിരുന്നു. 4 മേടിച്ചായിരുന്നു കേട്ടോ. 4-5 അങ്ങനെ വെറൈറ്റിയാണ് മേടിച്ചത്. അപ്പോൾ അത് കുടിക്കുകയാണ്. അതിനുശേഷം നമ്മൾ നേരെ കോളയാടിനാണ് കേട്ടോ പോകുന്നത്. നമുക്കവിടെ കുറച്ച് സ്ഥലമുണ്ട്, വീടൊക്കെ വെക്കാനായിട്ടുള്ള സ്ഥലമാണ് കേട്ടോ. അപ്പോൾ അവിടെ കാട് വായിക്കൊണ്ട് അതൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് പോണതാണ്. അപ്പോൾ അതിൻ്റെ അടുത്തൊരു പഴയ വീടും ഉണ്ട്. പിന്നെ ഇതാണ് കിണർ വെള്ളമൊക്കെ ഉള്ളതാണ് കേട്ടോ. നമ്മുടെ വീട്ടിലിവിടെ കുഴൽക്കിണറാണ്, പക്ഷേ ഇവിടെ സാധാ വെള്ളം വരുന്ന കിണറുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടതിന് ശേഷം പിന്നെ മൂവിക്കായിട്ട് പോകാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ അത് അങ്ങനെ കാണാൻ വേണ്ടി വന്നതാണ് കേട്ടോ. കോളയാട് പള്ളിയുടെ അടുത്താണ്. അങ്ങനെ സ്ഥലമൊക്കെ കണ്ടു കഴിഞ്ഞ് നേരെ കോളയാടിന്ന് പേരാവൂരെത്തി. പേരാവൂരായിരുന്നു മൂവി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓഫീസ് റൗണ്ട് ഡ്യൂട്ടിയിലെ ആ ഒരു മൂവിയായിരുന്നു കുഞ്ചാക്കോൻ്റെ. കുഴപ്പമില്ല, കണ്ടിരിക്കാനായിട്ട് നല്ലതാണ്. മൂവിയൊക്കെ കണ്ടു കഴിഞ്ഞ് പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് വന്നു. നോവേലായിരുന്നു കേട്ടോ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നത്. അതൊക്കെ കഴിഞ്ഞ് നേരെ വീട്ടിലോട്ട് പോയി. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഈ വീഡിയോയും വിശേഷങ്ങളെല്ലാം. ഇത്ര നേരം വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. അപ്പോൾ അടുത്ത വീഡിയോ ഉടനെ തന്നെ ഇടുന്നതായിരിക്കുമേ.